പഴയ വീട് പൊളിക്കുന്നതിനിടെ കെട്ടിടാവശിഷ്ടങ്ങൾ ദേഹത്തേക്ക് വീണ് തൊഴിലാളി മരണപ്പെട്ടു. തിരുരങ്ങാടി താഴേച്ചിനയിലാണ് സംഭവം. KP ഷറഫുദ്ദീൻ എന്നയാളുടെ വീട് പൊളിക്കുന്നതിനിടെയാണ് കെട്ടിടത്തിന്റെ സ്ലാബ് ദേഹത്തേക്ക് വീണ് തമിഴ്നാട് സ്വദേശിയായ സ്വാമിനാഥൻ മരണപ്പെട്ടത്. താഴെ നിൽക്കുകയായിരുന്ന ഇദ്ദേഹത്തിന്റെ ദേഹത്തേക്ക് വലിയ സ്ലാബ് വീഴുകയായിരുന്നു. വലിയ സ്ലാബായതിനാൽ രക്ഷാപ്രവർത്തനം ഏറെ നേരം വൈകുകയും തിരഞ്ഞെടുപ്പ് പ്രവർത്തകരും നാട്ടുകാരും ചേർന്ന് ഏറെ നേരത്തെ പരിശ്രമത്തിലാണ് ഇദ്ദേഹത്തിനെ പുറത്തെടുത്ത് തിരുരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണത്തിന് കീഴടങ്ങി. ദിവസങ്ങൾക്ക് മുൻപാണ് ഇദ്ദേഹം ജോലിക്കായി എത്തിയത്. ന്യൂസ് ഡെസ്ക്, തിരുരങ്ങാടി ടുഡേ. ാണ് ഇങ്ങനൊരു വിവരം കിട്ടിയത്. ഇങ്ങനെ പെട്ടെന്ന് ഒരാൾ മതിലിൻ്റെ ഇടയിൽ കുടുങ്ങിക്കണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത്രയും പ്രതീക്ഷയില്ല. ഇവിടെ പോരി നമ്മുടെ ചെയർപേഴ്സൺ അതിൻ്റെ അടിയിൽ കമന്ന് കിടക്കുന്ന ആൾ ഭയങ്കര വെയിറ്റാണ്. അത്രയും വെയിറ്റുള്ളൊരു സ്ലാബ് എന്ന് പറഞ്ഞാൽ പൊക്കുക എന്നുള്ളത് അസാധ്യമാണ്. ഒരു JCB ഉണ്ടെങ്കിലേ നമുക്ക് അത് പൊക്കി കിട്ടുള്ളൂ. 3-4 ആളുകൾ ജാക്കി വെച്ചിട്ട് പൊക്കി നോക്കി, പൊങ്ങണില്ല. കാരണം അപ്പുറത്ത് കാല് ചിലപ്പോൾ കുടുങ്ങാനുള്ള സാധ്യത, നമ്മളിങ്ങനെ പൊക്കുമ്പോൾ കാല് കുടുങ്ങാനുള്ള സാധ്യത ഉണ്ടല്ലോ. അപ്പോൾ അതും കൂടി കവർ ചെയ്തിട്ട് ഒരു ആളുകളുടെ മഹത്തായ ഒരു സേവനം തന്നെയാണ് വന്നത്. എല്ലാവരും കൂടി പൊക്കി മെല്ലെ അങ്ങോട്ട് വലിച്ചെടുക്കാൻ സാധിച്ചു. അതിനുശേഷമാണ് നമ്മൾ ഫയർഫോഴ്സും മറ്റുള്ള സംഗതികളൊക്കെ എത്തിയത്. പെട്ടെന്ന് ഇതേപോലെ ഒരു അടിയന്തര സാഹചര്യത്തിൽ ഇങ്ങനെ വരുമ്പോൾ നമ്മളൊക്കെ ജനങ്ങൾക്ക് പെട്ടെന്ന് എത്താനുള്ള ഫയർഫോഴ്സിൻ്റെ ഒക്കെ സഹായം കിട്ടാതെ പോകുന്നു എന്നുള്ളത് ഒരു ദുഃഖകരമായ സംഗതിയാണ്. ഒരു സംഗതി വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു സംഗതിയാണ്. നമ്മൾ കുളപ്പുറത്ത് ഇതിൻ്റെ ഫയർ സർവീസിൽ സ്റ്റേഷനൊക്കെ വരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മുടെ സമയത്തുള്ള ഒരു അത്യാഹിതം സംഭവിക്കുമ്പോൾ അങ്ങനെയുള്ളൊരു സംഗതിയാണ്. അപ്പോഴാണ് അത് ശ്രദ്ധിക്കുള്ളൂ. ഏതായിരുന്നാലും ഇത് അതിനൊരു ഉദാഹരണമാണ്. അദ്ദേഹം ഒരു തമിഴ്നാട്ടിലുള്ള സ്വദേശിയാണ്. 2 ദിവസമായിട്ടുള്ള വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ഫോണിൽ മറ്റുള്ള നമ്പറുകളില്ല. അദ്ദേഹം എവിടെ താമസിക്കുന്നതെന്ന് അറിയില്ല. കൂടെ നിൽക്കുന്ന ആളുകൾക്ക് തന്നെ ആരാണ് എന്താണെന്നുള്ളത് ഒരു പരിചയമില്ല. ഇനി എന്തൊക്കെയാണ് മറ്റുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉദ്യോഗസ്ഥന്മാരൊക്കെ അന്വേഷിച്ച് നടപടിക്രമങ്ങൾ സ്വീകരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഏതായാലും വളരെ ദുഃഖകരമായ ഒരവസ്ഥയാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ദിവസത്തിൽ സംഭവിച്ചിട്ടുള്ളത്. നല്ല കുടുംബത്തിന് ഒരു ക്ഷമയും മറ്റുള്ളതൊക്കെ നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ സമയം 40 വർഷങ്ങൾ മിനുക്കിയ പാരമ്പര്യത്തിന്റെ തിളക്കം. തൂബ ജ്വല്ലറി, മെയിൻ റോഡ്, ചെമ്മാട്.